ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് എന്താണ് കമൻറ്റിലൂടെ ചോദിച്ചതാണ്, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യം പറയുമോ, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ നമുക്ക് എന്താണ് നോർമലി കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റി പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമുക്ക് അധിക ചിലവൊന്നുമില്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്താണ് ജോലി ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സംഭവമാണ് ക്ലോത്തിങ് ബിസിനസ് അല്ലേ. ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലാവരും എന്താണ് ക്ലോത്തിങ്ങിൻ്റെ ബിസിനസ്സാണ് നടത്തുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ക്ലോത്തിങ് ബിസിനസ് തുടങ്ങണമെന്നുള്ളത്. പക്ഷേ എന്താണ്, ഒന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, പൈസയുടെ ബുദ്ധിമുട്ട്, രണ്ട് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നോക്കി പർച്ചേസ് ചെയ്യാനുള്ള എന്താണ് ബുദ്ധിമുട്ട്, പിന്നെ നമ്മൾ അതിനായിട്ട് മെനക്കെട്ടിരിക്കണം. അതൊക്കെ എന്താണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ് മെയിൻലി വരുന്ന പ്രോബ്ലംസാണ്. മെയിനായിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ ഉള്ളത് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ്ങിൻ്റെ ഇത് തുടങ്ങണം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, പോയി പർച്ചേസ് ചെയ്യാനുള്ള സമയമില്ല. എല്ലാം തന്നെ ഈ ഹൗസ് വൈഫായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രോബ്ലം പിടിച്ച കാര്യമാണ്. കാരണം അവർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ സഹായമോ വീട്ടുകാരുടെ സഹായമോ അവർ ചോദിക്കേണ്ടി വരും. നോർമലി ഒരു ബിസിനസ് തുടങ്ങാനെന്ന് പറയുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും എല്ലാവരും നെഗറ്റീവായിരിക്കും പറയുക, ചിലർ പൈസ കൊടുക്കാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ എന്താണ് കുഞ്ഞ് ഏണിങ്സ് വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തുടങ്ങാൻ പറ്റും. ഒരു 1000-ന് താഴെ നിൽക്കത്തക്ക രീതിയിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ദൂരത്തോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്താണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ടോട്ടൽ എത്രയാവും എമൗണ്ട് എന്നൊക്കെ തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്കാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് എന്താണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കാര്യം നോക്കാം. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനാണല്ലോ നമുക്ക് എമൗണ്ട് വേണ്ടത്. അതുപോലെ തന്നെ പിന്നീടുള്ള കാര്യങ്ങൾ, സ്റ്റിച്ചിങ്ങിന് വേണം എമൗണ്ട്, പിന്നെ നമുക്ക് ആക്സസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാം എത്ര എമൗണ്ടിൽ നിർത്താൻ പറ്റും എന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്കിപ്പം എന്താണ് ഓൺലൈനിൽ ഒരുപാട് എന്താണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ പറ്റുന്നുണ്ട് ഇല്ലേ. നമ്മളിപ്പം എന്താണ് മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രസ്സുകൾ, കുർത്തീസൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇനി മുതൽ നിങ്ങൾക്കൊരു ക്ലോത്തിങ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലോത്തിങ് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് മീഷോയിലാണ്. നിങ്ങൾ ജസ്റ്റ് മീഷോ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അവിടെ സെർച്ച് ബട്ടണിൽ ജസ്റ്റ് എന്താണ് കോട്ടൺ ഫാബ്രിക് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ട ഇവിടെ ഒരുപാട് കോട്ടൺ ഫാബ്രിക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു എന്താണ് കോട്ടൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ വെറൈറ്റിയും അതുപോലെ തന്നെ കളറും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഏത് കളറ് വേണം അല്ലെങ്കിൽ ഏത് മോഡൽ വേണമെന്നുള്ളത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇതിൽ നിന്ന് ഒരു ഫാബ്രിക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഫാബ്രിക്കാണ്. ഇതെന്ന് പറയുന്നത് 5 മീറ്റർ കോട്ടൺ ഫാബ്രിക്കിനാണ് 335 രൂപ വരുന്നത്. നിങ്ങളിത് എന്ത് ചെയ്യുക, ഓൺലൈനിൽ ഓർഡർ ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വേറെ കളറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എന്താണ് ഐഡിയാസ് തോന്നുന്നത് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇതിന് 5 മീറ്ററിനാണ് എത്ര രൂപ വരുന്നത്, 335 രൂപ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് തയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുർത്തീസ്, ഒരു നോർമലി ഉള്ള കുർത്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കണക്കനുസരിച്ച് എനിക്ക് എന്താണ് 2.5 മീറ്റർ അല്ലെങ്കിൽ എന്താണ് അതിൽ അത്രേ വരത്തുള്ളൂ. അതിൽ കൂടുതൽ എന്താണ് ഫാബ്രിക് എന്താണ് ഒരു കുർത്തിക്ക് എനിക്ക് വരുന്നില്ല. അതേസമയം ഏലം കട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി മെറ്റീരിയൽ വേണം, 3 മീറ്റർ 4 മീറ്റർ അങ്ങനെ പോകും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് സാധാ ഒരു കുർത്തിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ്
കണക്ക് കൂട്ടുക. ഇപ്പം 5 മീറ്റർ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ അതുകൊണ്ട് 2 കുർത്തി തയ്ക്കാൻ പറ്റും. നോർമലുള്ള ഒരു കുർത്തിയാണെങ്കിൽ നിങ്ങൾക്ക് 2 മീറ്റർ തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യുക, തയ്ക്കുന്നതിന് മുന്നേ ഒരു ഐഡിയ വേണം. എങ്ങനത്തെ കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്, കോളർ വെച്ചിട്ടുള്ളതാണോ അതോ അതിൻ്റെ കൂടെ ഡിസൈൻസ് എന്തെങ്കിലും കൊടുക്കണോ, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 2 മീറ്റർ കൊണ്ട് 2 തുണിയെ, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സീക്വൻസ് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടും. ഇത് പർച്ചേസ് ചെയ്യാൻ തയ്ക്കാനായിട്ടുള്ള ഫാബ്രിക് കിട്ടും. ഇതേപോലത്തെ ഫാബ്രിക് കിട്ടും. അതല്ലാതെ ലേസ് ഇല്ലേ, ഇതുപോലത്തെ ലേസ് കിട്ടും. ഇത് കണ്ടോ 154 രൂപ. നിങ്ങളിപ്പം കോളറാണ് വയ്ക്കുന്നെങ്കിൽ ഇപ്പം നമ്മളെടുത്ത 5 മീറ്ററിൻ്റെ ഫാബ്രിക്കിൽ കോളർ വെച്ചിട്ട് ഇതുപോലെയുള്ള മെറ്റീരിയൽസിനോട് കൂടെ കൊടുത്താൽ അത് എത്രയാവും, അട്രാക്റ്റീവ് ആവും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കുർത്തി തയ്ക്കാൻ പറ്റും. അതിലൊരു കുർത്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളത് ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രീ ബുക്കിംഗ് കൊടുക്കുക. എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രീ ബുക്കിംഗ് ഓർഡർ കൊടുക്കുക. നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് കിട്ടി പൈസ പേയ്മെൻറ്റ് തരുന്നവർക്ക് മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാലയളവ് പറയണം. 30 ദിവസം അല്ലെങ്കിൽ 2 മാസം, 60 ദിവസം. ഇതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഷിപ്പിംഗ് ചെയ്യുമെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ഫാബ്രിക് ഇവരുടെ മീഷോയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുക. ഞാൻ മീഷോ എന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഇത് വേണേലും ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ മെറ്റീരിയൽസ് എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് പ്രീ ബുക്കിങ്ങിന് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജും നമ്മുടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ചാർജും പിന്നെ നമ്മൾ അഡീഷണലായിട്ടുള്ള ഈ സീക്വൻസ് ഒക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന എമൗണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിന് എത്ര രൂപയാവും എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇനി നമുക്ക് ടോട്ടൽ എത്ര രൂപയായി എന്നുള്ളത് നോക്കാം. അപ്പം ഇപ്പം നിങ്ങൾ 2 മീറ്റർ വെച്ച് 5 മീറ്റർ അല്ലേ പറയുന്നത്, 5 മീറ്ററിന് 335 രൂപ പ്ലസ് ഇപ്പം നിങ്ങളിപ്പം കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാവും, 350 രൂപ. ഇവിടെയൊക്കെ 350 രൂപയാണ്. അപ്പം 350 രൂപ പ്ലസ് എത്രയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ലേസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 200 രൂപയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 885 രൂപയായി ചിലവ്. പക്ഷേ ഈ 885 രൂപ എന്ന് പറയുന്നത് ഫുള്ളാണ് വരുന്നത്. 2 ഫാബ്രിക്കും കൂടി ചേരുമ്പോഴാണ് 885 രൂപ നിങ്ങൾക്ക് ചിലവായത്. ഇനി ഈ 885 നിന്ന് 2 ഡിവൈഡ് ചെയ്യുക. 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് 443 രൂപയെ നിങ്ങൾക്ക് എന്തായിട്ടുള്ളൂ, ചിലവായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 443 രൂപ വെച്ചാകുമ്പോൾ 33 എത്രയാണ് പ്ലസ് നിങ്ങളിപ്പം എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞ അത് എത്ര രൂപയാണ്, 650 വിൽക്കാം, 550 വിൽക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പം എത്രയാണ് 699 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതെന്ന് കരുതുക. 256 രൂപ നിങ്ങൾക്ക് ഒരു കുർത്തിയിൽ ലാഭമായി. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ മെറ്റീരിയൽസ് നോക്കി പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പം ഓൾറെഡി മെറ്റീരിയൽ തീർന്നു പോകുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം വേറെ കളേഴ്സ് ഉണ്ടല്ലോ അതിനകത്ത്, അതിൽ നിന്നെല്ലാം തന്നെ ഓരോ ഇത് വെച്ച് ഓർഡർ ചെയ്താലും മതി. എന്നിട്ട് നിങ്ങളത് കൊടുക്കണം. ഏത് കളേഴ്സാണെന്നുള്ളത് ഓപ്ഷൻ അവർക്ക് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകത്തില്ല. കാരണം പ്രീ ബുക്കിംഗ് ചെയ്ത് പൈസ കിട്ടുന്നവർക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെറ്റീരിയൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രീ ബുക്കിംഗ് തരുന്ന ആരാണോ അവർക്ക് വേണ്ടുന്ന രീതിയിൽ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യണം, തയ്ച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അതിന് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും
കമൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാവുന്നതാണ്. നമുക്കത് സോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു മെത്തേഡാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.